ഹലോ ഗൈസ്, എസ്കോ ലൈഫിൻ്റെ പുതു വീഡിയോയിലേക്ക് എല്ലാ സൗഹൃദങ്ങൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി വീഡിയോ ഒന്നുമല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു സിമ്പിൾ വീഡിയോ ആയിട്ട് നമ്മൾ നോക്കുക. എൻ്റെ കയ്യിലുള്ള മരത്തൈ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ നമ്മളും കുറച്ച് മരത്തൈകളൊക്കെ നമ്മുടെ നാട്ടിൽ കുഴിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്നത് നമുക്കറിയാം. പലർക്കും ഇപ്പോഴും ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ അത് പറഞ്ഞുതരാം, ബാ ഗൈസ്. ഇപ്പം പരിസ്ഥിതി ദിനം എന്തെന്ന് വെച്ചാൽ 1972 ഐക്യരാഷ്ട്രസഭ അസംബ്ലി ചേർന്നപ്പോൾ എല്ലാവരും ഒരു മരത്തൈ നടണമെന്ന ആശയം കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്തു. അതോടൊപ്പം 1973 മുതൽ ജൂൺ 5 മുതൽ എല്ലാ വർഷവും പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിച്ചു തുടങ്ങി. അതാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളും ആ ദിവസം ഓരോ മരത്തൈ നട്ട് ആ ദിവസത്തിൽ പങ്കാളിയാകാൻ പോകണം. അപ്പോൾ നമ്മളിന്ന് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൈപ്പുറം കാക്കുനി സ്റ്റേഡിയത്തിലാണ് ഉള്ളത്. ഇതുവരെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ അവിടുത്തെ അധികാരികളൊന്നും ഒരു മാറ്റങ്ങളും ഏറെ കാലമായിട്ട് ഒരു മാറ്റവും സൃഷ്ടിക്കാത്ത നമ്മുടെ ഗ്രൗണ്ടാണിത്. നമ്മുടെ സ്വർഗ്ഗരാജ്യമാണിത്, നമ്മുടെ സ്വർഗ്ഗ കളിക്കളമാണിത്. അപ്പോൾ ഇവിടെ നല്ല ഒരു മാറ്റങ്ങളുമില്ല. അധികാരികളോ മറ്റു ആരെങ്കിലും നാട്ടുകാരോ ഒരു മാറ്റങ്ങളൊന്നും സൃഷ്ടിക്കാത്തൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്വർഗ്ഗരാജ്യത്ത് നമ്മൾ ഒരു മരത്തൈ തട്ടി നമ്മൾ നമ്മുടെ സ്വർഗ്ഗരാജ്യം സൃഷ്ടിക്കാൻ പോവുകയാണ്. അല്ലാണ്ട് സാർ? അതെ, യെസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മരം നടാനുള്ള കുഴി ഇവിടെ ഏകദേശം സെറ്റായിരിക്കുകയാണ് അല്ലേ. അപ്പം ആദ്യം തന്നെ നമ്മൾ ഒരു ബദാം തൈയാണ് നടാൻ പോകുന്നത്. ഈ ബദാം തൈ വളർന്ന് പന്തലിച്ച് നമുക്ക് തണൽ തരുന്ന പ്രതീക്ഷയോടെ നമുക്കിവിടെ ആദ്യം തന്നെ നടാം. എന്താടി എന്തേരാന്നീല് കേരളത്തിൽ നമ്മളിവിടെ ജീവിച്ചിട്ട് പെണ്ണുകാരോ, ഏത് കാലത്ത് നമ്മളിവിടെ ജീവിച്ച പെണ്ണുകാരോ.
വളാടോ മതി കൈമിലാക്കി നിൽക്കടാ കൈ കൊണ്ടിങ്ങനാക്കി അങ്ങനെ അതാ നനക്കരി അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ മരത്തൈയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പരിസരത്തൊക്കെ ചുറ്റും തഴച്ച് വളർന്ന് വലുതായി നമുക്ക് വേനൽക്കാലങ്ങളിൽ നമുക്ക് തണലേകുമെന്ന പ്രതീക്ഷയോടെ നമുക്കിതിനെ നട്ടു നനച്ച് വളർത്താം. അപ്പോൾ ഇങ്ങനെയെങ്കിലും നമ്മുടെ ഗ്രൗണ്ട് പരിസരത്ത് കാലങ്ങൾക്കിപ്പുറം ഒരു മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഓരോ മരവും കാണാം. അപ്പോൾ നമ്മുടെ പരിസരത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് ഒട്ടനവധി മരങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ട്. പലരും മരങ്ങൾ നടുകയും പിന്നീട് അതിനെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടാണ് മരങ്ങൾ നശിച്ചു പോകുന്നത്. എന്തായാലും നമ്മൾ ഇതിനെ വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. തീർച്ചയായും ഇത് വളർന്നാൽ ഞങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരുന്നതാണ്. അപ്പം ഗൈസ്, നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ.